ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ അവസാനത്തെ വീഡിയോ കേട്ടോ ഇത്. തീരാറായിട്ടോ വീഡിയോ. നിങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ബോറടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാട്ടോ നമ്മൾ അരാപ്പയ്മ മീനുകൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മീനുകളുടെ ഭക്ഷണം ചെറിയ കുഞ്ഞു കഷ്ണം മീനുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി അവിടെ നിന്ന് ഇട്ട് കൊടുക്കാൻ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ആദ്യമേ ഈ മീനുകൾ ഈ തീറ്റി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഒരു ഒച്ച കേൾപ്പിക്കും കേട്ടോ. പടക്കം പൊട്ടുന്നു, അല്ലത് ചാടി അത് തിന്നുന്നതാണ് കേട്ടോ. സത്യമായിട്ട് ഞാൻ ഞെട്ടി കാറിപ്പോയി കേട്ടോ. കണ്ടോ, അതങ്ങനെ ഭയങ്കര ഒച്ചയാണ്. ഈ പടക്കം പൊട്ടുന്നത് എങ്ങനെയാണ് അത് കൂട്ടോ ഒച്ചയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടുന്ന് പോയത് ഒരു ട്രെയിനെ കയറാൻ വേണ്ടിയാണ് കേട്ടോ. ട്രെയിൻ എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ കയറുന്ന കൂടി ട്രെയിൻ കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടോ നമ്മൾ പോവുക കേട്ടോ. ട്രെയിനിൽ കയറിയേ അപ്പോൾ നമ്മൾ ട്രെയിനിലിരിക്കും. ഞാൻ ട്രെയിൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. അതിലെല്ലാം കൊണ്ടുപോയി വട്ടമൊക്കെ ചുറ്റിച്ച് കറക്കിയൊക്കെ സ്ഥലം മൊത്തം ഒന്ന് ചുറ്റിച്ചൊന്ന് കറക്കിയൊക്കെ ഒന്ന് കാണിക്കും കേട്ടോ ഈ ട്രെയിനിൽ പോകുമ്പോഴേ. ശരിക്കും നമ്മൾ സാധാരണ ട്രെയിനെ പോലെ ഒന്നുമല്ലേ, സാധാരണ നമ്മൾ ബസ്സിലൊക്കെ പോയല്ലേ അതുപോലെയൊക്കെയാണ്. പിന്നെ നമ്മളിങ്ങനെയും കടുപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ ഒച്ചകളും ഇതൊക്കെ കേൾക്കും കേട്ടോ. അപ്പോൾ ഇതാട്ടോ ട്രെയിന്. അപ്പം നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ബൊഗിയിലാട്ടോ മറ്റേ പുള്ളി ഇരുന്ന് ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനവിടെ ഇരിക്കുന്നു. പിന്നെ ഞാൻ സിസ്റ്ററിൻ്റെയൊക്കെ അടുത്താട്ടോ ഞാനിരിക്കുന്നത്. സംഭവം ഒരു കാട്ടിക്കൂടെയൊക്കെ ആട്ടോ പോകുന്നത്. കാരണം കടൽ തീരത്തിൻ്റെയൊക്കെ അടുത്താട്ടോ ഈ സംഭവം, ഈ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഭയങ്കരമായിട്ടിട്ട് കറക്കുക കേട്ടോ. ശരിക്കും നമ്മുടെ തല കറങ്ങുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ നമ്മൾക്ക് ആ ഗ്രൗണ്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറക്കുന്നതുകൊണ്ട് നമ്മൾ ആകെ മടുത്തു പോയി കേട്ടോ ഗൈസ്. കാര്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്കൊരു എൻജോയ്മെൻ്റ് ആണല്ലോ. അപ്പോൾ കണ്ടത് അവിടെ പണിത് വെച്ചിരിക്കുന്ന ഒരു വലിയൊരു തിമിംഗലത്തിൻ്റെ ഒരു ഫോട്ടോ കേട്ടോ. നമ്മളവിടെ നിന്ന് എന്താ പറയുക പൈനാപ്പിൾ കഴിച്ച സ്ഥലമാണ് കേട്ടോ അത്. ഇതിപ്പോൾ നമ്മൾ പാർക്കിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത്. അവിടെ കൊണ്ടുപോയി കേട്ടോ ഈ നമ്മുടെ ഈ ട്രെയിൻ നിർത്തിയിടുന്നത് കേട്ടോ. ഒരു 3-4 ബോഗിയൊക്കെ ഉണ്ട് കേട്ടോ. പല വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രെയിൻ ഇങ്ങനെ പോകുന്നതൊക്കെ. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കയറേണ്ടത് ഈ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഈ പൊന്നാച്ചിക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ കണ്ടു നിൽക്കുന്ന എനിക്ക് നല്ലപോലെ പേടിയുണ്ടായിരുന്നു. അവൾക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. അവളതിനകത്തൊക്കെ കയറി കിടന്ന് ആടി മറിഞ്ഞ് കാറുന്ന പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. കുറേ പിള്ളേരൊക്കെ കിടന്ന് കാറി ബഹളമൊക്കെ വെച്ച് ഇറങ്ങി പോകുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുകൊണ്ടോ ഇങ്ങനെ ഒരു തവണ ഞാൻ ഇങ്ങനത്തെ സംഭവത്തിൽ പാലായി പോയി കയറിയതാട്ടോ. ഞാൻ കാറി കൂവി ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു കേട്ടോ. നല്ല സ്പീഡിൽ കറക്കും കേട്ടോ. പിന്നെയുള്ളത് ദൈവമേ എൻ്റെ പൊന്നാച്ചി തല കറങ്ങി വീഴാത്ത ഭാഗ്യം. അവിടെ ഇവിടെ കറങ്ങി പോകുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും കേട്ടോ. ഇവിടെ നിൽക്കുന്ന പൊന്നാച്ചീനെ പിന്നെ കാണണമെങ്കിൽ കുറച്ച് അപ്പുറത്ത് ചെല്ലണം കേട്ടോ. ശരിക്കും പിള്ളേരൊക്കെ തല കറങ്ങും കേട്ടോ. കാരണം കണ്ടപ്പോൾ എനിക്ക് നല്ലപോലെ പേടിയായി കേട്ടോ. ഞാൻ പറഞ്ഞു ഇനി കയറണ്ട കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം അവൾ അടുത്ത സ്ഥാനത്തിൽ പോയി കയറിയേക്കോട്ടെ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ടിക്കറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഓൾറെഡി പൈസ അടച്ചേക്കുന്നതല്ലേ, ഉണ്ട് അവളതെല്ലാം പോയി കയറുക കേട്ടോ. കുറേ പിള്ളേരുണ്ട്, പേടിയില്ലാത്ത കുറേ പിള്ളേരുണ്ട്. അത്യാവശ്യം UKG പിള്ളേർക്കൊന്നും അധികം പേടിയൊന്നുമില്ല. കാരണം ഇവരിങ്ങനെ ഈ സ്കൂളിലും ഒക്കെ ഇവർക്ക് കളിക്കാനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ പാർക്കിലൊക്കെ പിള്ളേരൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കും വലിയ പേടിയൊന്നുമില്ലായിരുന്നു പിള്ളേർക്കൊന്നും. എന്നാലും ഞാൻ പൊന്നാച്ചിയോട് പറഞ്ഞു കയറണ്ടെന്ന് പറഞ്ഞാലും പൊന്നാച്ചി പോയി കയറി കേട്ടോ. കാരണം പിള്ളേർക്ക് തല കറങ്ങും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. പിന്നെ പൊന്നാച്ചി നേരത്തെ ഇതിലൊന്നും പോയി കയറിയല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു മടിയില്ല കേട്ടോ. അവിടെ ഇരുന്ന മനുഷ്യൻ്റെ അടുത്ത് എല്ലാ പിള്ളേരുടെ അടുത്ത് താഴോട്ട് ഇടുക കേട്ടോ. നമ്മുടെ പൊന്നാച്ചിയും കയറി കണ്ടതേ വരുത്. അവൾക്ക് യാതൊരു പേടിയില്ല. അതും ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ പോയേക്കുന്നത് കടപ്പുറത്തേക്കാട്ടോ. തൊട്ട് ഫ്രണ്ടിലാട്ടോ കടപ്പുറം. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. എന്നെ ഇട്ടിട്ട് പൊന്നാച്ചിയൊക്കെ കയറി ഓടി കേട്ടോ. ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞിട്ടും ഭയങ്കരമായിട്ട് ഓടി കേട്ടോ. പക്ഷെ നല്ലപോലെ ഭയങ്കര തിരയെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ തിരയാട്ടോ വരുന്നത്. നമ്മളെന്താ പറയുക, ഞങ്ങൾ ഇടുക്കിക്കാരായ എല്ലാവരും പറയും നമ്മളെ കാണാൻ കുന്നു കയറി അങ്ങോട്ട് വരണമെന്ന് പറയൂലേ. പക്ഷെ കടൽ നമ്മുടെ അവിടെ ഇല്ലാത്തതുകൊണ്ട് കടൽ കാണണമെങ്കിൽ നമ്മൾ താഴെ ഇറങ്ങി തന്നെ വരണം കേട്ടോ. കാരണം ഇവിടെയുള്ള മനുഷ്യർക്കൊന്നും കടലിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമുക്കവിടെ ചെന്ന് കഴിയുമ്പം എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ കടൽ കാണുന്നത്. പിന്നെ അതിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് നേരത്തെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. വെള്ളം തിരിച്ചിറങ്ങി പോകുമ്പം കാലയിലത്തെ മണലെല്ലാം ഒഴുകി പോവുകയല്ലേ, അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല. ഈ തവണ പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു തവണ ആലപ്പുഴ പോയി കഴിഞ്ഞപ്പം വലിയ തിരയാണ് വരുന്നത്. ആ തിര വന്ന് അടിച്ച് നമ്മുടെ ശരീരത്തിൽ മൊത്തം വെള്ളം പറ്റുന്ന പോലത്തെ വലിയ തിരയായിരുന്നു കേട്ടോ. ഇതും അത്യാവശ്യം ഇച്ചിരി കല്ലുതുള്ളി വരുന്ന ഒരു തിരയായിരുന്നു. എന്നാൽ അർത്തുങ്കൽ പള്ളിയിൽ പോയപ്പം അവിടുത്തെ തിര ചെറിയ തിരയായിരുന്നു കേട്ടോ. നമുക്ക് വലിയ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഇത് വലിയ തിരയാണ് വരുന്നത്. പിന്നെ പിള്ളേരൊക്കെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ഡ്രസ്സൊക്കെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നാച്ചിക്കും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പൊന്നാച്ചിനെ ഞാൻ അധികം അങ്ങ് ഇറക്കാൻ പോയില്ല. കാരണം എനിക്കും പേടിയാണ്, പൊന്നാച്ചിക്കും പേടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കളിച്ചു, കുറേ നേരമൊക്കെ കളിച്ചു കേട്ടോ. പിന്നെ ഈ തിരമാലയൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എന്തോ ഒരു കുളിർമയാട്ടോ. പിന്നെ നമ്മുടെ കാലയിലും മേത്തും എല്ലാം മണലും പൊടിയും ചെളിക്കകത്ത് പിള്ളേരെല്ലാം ചെളിക്കകത്ത് കുളിച്ചാട്ടോ നടക്കുന്നത്. ആ പിള്ളേരൊക്കെയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ.
അറിയാമല്ലോ അല്ലേ, അങ്ങോട്ടും ചാടുന്നു ഇങ്ങോട്ടും ചാടുന്നു. അപ്പോൾ ഞാനും വേറൊരു കൊച്ചും കൂടിയായിരുന്നു കേട്ടോ. 2 പിള്ളേരെ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. പിള്ളേരുടെ അമ്മയൊക്കെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയ സമയത്തിന് ഞാൻ വേറൊരു കൊച്ചിനെയും കൂടെ പിടിച്ചു കേട്ടോ. കാരണം ഇവരൊക്കെ പോകുന്ന കാണുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ. തെറിച്ച് പോവുക കേട്ടോ. തെറിച്ച് പോയി വല്ല വെള്ളത്തിക്കടം പോയാൽ എന്നാ ചെയ്യും. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. പൊന്നാച്ചിനെ ഞാൻ എൻ്റെ കയ്യേന്ന് പിടിപ്പിക്കാതെ എൻ്റെ തുണിയെ പിടിപ്പിച്ച് നിർത്തിയേക്കും കേട്ടോ. പൊന്നാച്ചി അല്ലേലേ പമ്മി മാറിപ്പോവും കേട്ടോ, കള്ളത്തരം കാണിച്ച് പോവും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഓൾറെഡി പേടിയുള്ളത് കൊണ്ട് അങ്ങനെ പോകുമൊന്നുമില്ല. പിന്നെ ഈ തിര കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു മനസ്സിനൊരു ആനന്ദമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തിര ഇങ്ങനെ നോക്കി ഇങ്ങനെ തിര ഇങ്ങനെ അടിച്ചു വരുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. വലിയ തിരയൊക്കെയാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. എഴുതി വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതും ഇതുമൊക്കെ, പക്ഷേ എഴുതാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കാലൊക്കെ വെച്ച് അവിടെ നിന്ന് കേട്ടോ. പിന്നെ കുറേ കുസൃതി കുടുക്കകളുണ്ട് കേട്ടോ. ഈ കുസൃതി കുടുക്കകളെ കൊണ്ടൊക്കെ പേടിയാവും. കാരണം കുഞ്ഞുങ്ങളല്ലേ എല്ലാവരും ഒരു ഇതും ഇല്ലാതെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവിടെ ഇവിടെ എല്ലാം കൂടെ ഓടി നടക്കുക കേട്ടോ. ചെറുക്കൻ പിള്ളേരെയൊക്കെ ആണെങ്കിൽ പറയുകയേ വേണ്ട കേട്ടോ, തിരയുടെ ഒപ്പം ഉറങ്ങി ഓടുവാണേ. പിന്നെ ഞാൻ എല്ലാത്തിനെയും പിടിച്ച് മര്യാദയ്ക്ക് കയറിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കൊക്കെ കൂടി കുറേ പിള്ളേർ അവരുടെയൊക്കെ അമ്മമാർ വന്നു കേട്ടോ നേരത്തേക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കരയ്ക്കൊക്കെ കയറി നിൽക്കുവാണ്. എല്ലാവർക്കും നല്ല പേടിയൊക്കെ ഉണ്ട്. കാരണം എന്തെങ്കിലും കാരണവശാൽ വലിയ തിരയൊക്കെ വന്നാൽ എന്നാ ചെയ്യും അല്ലേ. നമുക്കിങ്ങനെ വെള്ളത്തിനോട് നമുക്ക് പേടിക്കേണ്ട വെള്ളം, സാധാരണ നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെ പോവുകയാണെങ്കിൽ വല്ല നീന്തി കയറുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഇതിനകത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം അവിടെ ഇത് ചാവക്കാടാട്ടോ ഈ സ്ഥലം. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് കടൽ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ മത്സ്യബന്ധനമൊക്കെ നടത്തുന്ന ബോട്ടുകളൊക്കെ ഇഷ്ടം പോലെ നിരന്ന് കിടപ്പുണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ. പിന്നെ ഇറങ്ങി പോകുന്ന ചേട്ടന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനെ തിര ഇങ്ങനെ അടിക്കുമ്പോൾ അവരുടെ വള്ളം തിരിച്ച് കയറി പോകുന്നു അങ്ങനെയൊക്കെ കേട്ടോ. അതൊക്കെ ഇപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങി മാറിപ്പോയി കേട്ടോ. പിള്ളേരെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കും കേട്ടോ ചേച്ചിമാരൊക്കെ. ഏകദേശം വൈകുന്നേരമൊക്കെ ആകാറായി കേട്ടോ. ഞങ്ങൾ സൺസെറ്റ് കാണണം എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ അന്നേരം എന്താ പറയുക, സംഭവം താഴോട്ടിറങ്ങിപ്പോയത് ഞങ്ങൾ കണ്ടുമില്ല. മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ മൂടി നിൽക്കുമോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിട്ട് സംഭവത്തിനെ പിന്നെ കുറച്ച് നേരത്തേക്ക് കണ്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ്സിലൊക്കെ കയറി. പിന്നെ ബസ്സിൽ കയറി പിന്നെ ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. ഭയങ്കര ഡാൻസായിരുന്നു കേട്ടോ. അത്രയും നേരമില്ലാത്ത എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തത് ഭയങ്കര ഡാൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ കളിച്ച് അവസാനം അടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ചാലക്കുടിയിൽ ഇറങ്ങി കേട്ടോ. ചാലക്കുടിയിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഞങ്ങൾ പൊറോട്ട ഓർഡർ ചെയ്തു. പക്ഷെ കിട്ടിയില്ല. ചപ്പാത്തിയും ബീഫ് റോസ്റ്റ് മേടിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി സുഖമായിട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ മഞ്ഞുമൽ ബോയ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കാണാനൊന്നും നിന്നില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.